ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഗുലാബ് ജാമുനാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നാടൻ രുചിയും നാട്ടുവിഭവങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനായി അടുപ്പ് കത്തിച്ച് 2 കപ്പ് റവ ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഉരുളകൾ പിടിക്കാൻ പരുവത്തിലാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെറു ചൂടോടെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക. ആവശ്യമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. മാവ് നല്ല മയത്തിൽ കുഴച്ചെടുത്ത ശേഷം കയ്യിൽ വെച്ച് ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിവെക്കുക. മാവ് കൈക്കുള്ളിൽ വെച്ച് നല്ല ശക്തിയായി അമർത്തി വേണം ഉരുളയാക്കാൻ, ഇല്ലെങ്കിൽ തിളച്ച എണ്ണയിലേക്കിടുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ഉരുള എണ്ണയിലേക്കിടുമ്പോൾ പൊട്ടുകയാണെങ്കിൽ കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ മാവെല്ലാം തന്നെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് ചൂടാക്കുക. പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഉരുളകളാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് പകർന്നു മാറ്റാം. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളവും 5 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് മൊരിച്ചു വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം തിളച്ചതിന് ശേഷം നമുക്ക് പകർന്നു മാറ്റാം. റവ കൊണ്ടുണ്ടാക്കിയ ഈ ഗുലാബ് ജാമുൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.